സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിവസം സ്വർണ്ണക്കപ്പിന് വേണ്ടി ജില്ലകൾ തമ്മിൽ വാശിയേറിയ മത്സരം 203 ഇനങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 796 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 791 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നാലെയുണ്ട്. 785 പോയിന്റുമായി പാലക്കാടാണ് 3ാം സ്ഥാനത്ത്. 54 ഇനങ്ങളിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. മഴ മൂലം വേദികളിൽ കുറച്ചു സമയം മത്സരം തടസ്സപ്പെട്ടു. ഗോപാൽ ശിലാസനൽ ചേരുന്നു വിവരണവുമായി. ഗോപാൽ, മഴ മാറിയോ? ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഏകദേശം ഒരു 4:15 കൂടിയാണ് മഴ പെയ്യുന്നത്. വിവിധ വേദികളുടെ മത്സരങ്ങൾ മാറ്റിവെക്കേണ്ടതായി വന്നു. ആ വേദി ഒന്നിൽ സംഘനൃത്തം, സംഘനൃത്തമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സദസ്സിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആ മത്സരം മാറ്റിവെച്ചത്. എന്തായാലും അത് അധികം താമസമില്ലാതെ പുനരാരംഭിച്ചിട്ടുണ്ട്. എല്ലാ വേദികളിലും മത്സരം കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെയാണ് മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. മത്സരത്തിന്റെ കലോത്സവത്തിന്റെ 2ാം ദിനം തുടങ്ങിയ അപ്രമാസം കണ്ണൂരിന്റെ ഇതുവരെയും പിടിവിട്ടില്ല. 204 മത്സര ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിൽ 796 പോയിന്റുമായാണ് കണ്ണൂരിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞ കലോത്സവത്തിലെ ജേതാക്കളായ കോഴിക്കോടാണ് 2ാം സ്ഥാനത്ത്. 791 പോയിന്റാണ് കോഴിക്കോടിന് ലഭിച്ചിട്ടുള്ളത്. തൊട്ട് പിന്നിൽ തന്നെ റണ്ണറപ്പുകളായ കഴിഞ്ഞ കലോത്സവത്തിലെ റണ്ണറപ്പുകളായ പാലക്കാടുണ്ട്. 785 പോയിന്റുമാണ് പാലക്കാടിനുള്ളത്. എന്തായാലും മത്സരങ്ങൾ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നു. 239 മത്സരങ്ങളിൽ 204 മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 95% മത്സരങ്ങളും ഇതിനോടകം പൂർത്തിയായി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. 35 മത്സരങ്ങൾ ഇനി നടക്കാറുണ്ട്. അതിൽ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടി ഫലം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ നാളെ വളരെ കുറച്ച് ഇനങ്ങൾ മാത്രമാകും വേദിയിൽ എത്താനായിട്ടുള്ളത്. അതിനിടയിൽ വൃന്ദവാദ്യം വേദിയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൃന്ദവാദ്യം വിഭാഗത്തിൽ വേദി 16 നടന്നുകൊണ്ടിരിക്കെ ഈ മത്സരത്തിലെ സൗണ്ട് സിസ്റ്റത്തിൽ കാര്യമായ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് 3 മണിക്കൂറോളം വൈകി വേദി 15 ആണ് വീണ്ടും മത്സരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ആ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. സംഘനൃത്തം ശരി, ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.